ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ത്യൻ സായുധ സേനയുടെ പതാക ദിനാചരണം നടന്നു. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയും ത്യാഗവും ആദരിക്കുന്ന ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ NCC 16K ബറ്റാലിയൻ കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. CRPF അസിസ്റ്റന്റ് കമാൻഡന്റായി സേവനമനുഷ്ഠിച്ച VR ചന്ദ്രശേഖരൻ നായർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോളേജ് ചീഫ് അഡ്വൈസർ ഡോക്ടർ എബ്രഹാം ചെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ജസ്റ്റിൻ ജോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ റോൺ ജോയ്, പബ്ലിക് റിലേഷൻ ഓഫീസർ ഷാജിയ അറ്റുപുരം, VO ഹരിനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന NCC കേഡറ്റുകൾക്കുള്ള മെമന്റോകൾ നൽകി. കാരണം പണ്ടൊരു ചൊല്ലുണ്ട്, പോക്കില്ലാത്തവൻ പോലീസിലും വാങ്ങില്ലാത്തവൻ പട്ടാളത്തിലും പോകുന്ന ഒരു കാലഘട്ടം ആഹാരത്തിന് വേണ്ടി. അന്ന് ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതി അതിൽ 8ാമത്തെ റാങ്ക് വാങ്ങി ഡയറക്ടർ സബ് ഇൻസ്പെക്ടറായിട്ട് ആ നിലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നതും എന്റെ പരിശ്രമങ്ങളുണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. CRPF എന്ന് പറയുന്നത് പലർക്കും അതിന്റെ ഫുൾ ഫോം തന്നെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സുകളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആംഡ് ഫോഴ്സസിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പോലീസാണ്. ഇന്റർനാഷണലി ലോകത്ത് തന്നെ ഏറ്റവും ഡേഞ്ചറസ് പോലീസാണ്. ആ പോലീസിന്റെ ഒരു ഭാഗമാകുവാനായിട്ടാണ് എനിക്ക് സാധിച്ചത്. നിരന്തരം പോരാടുകയും വീരചരമം പ്രാപിക്കുകയും ചെയ്ത അനേകായിരം യോദ്ധാക്കളുണ്ട് നമുക്ക് ഭാരതത്തിൽ. അവരുടെ എല്ലാ ആത്മാക്കളുടെ പ്രാർത്ഥനകളായിരിക്കാം ഇന്ന് നമ്മൾ ഈ കണ്ട പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് യുദ്ധമില്ലായ്മയാണ്. ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് എത്ര കുറച്ച് ചെലവാക്കാൻ സാധിക്കുന്നു അത്രയും രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ന് ഏതെങ്കിലും രാജ്യം ഡിഫൻസ് ബജറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ അവർക്ക്? ആഗോളാന്തര തലത്തിൽ ഉള്ള ടെററിസം അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല.